ഹായ് കൂട്ടുകാരെ, അപ്പോഴേ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന തരത്തിലുള്ള വറുത്തരച്ച ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ആദ്യമായിട്ട് ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു ലേശം കുരുമുളക് പൊടി ഇവയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് കറിക്ക് ആവശ്യമായ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ലേശം വാളംപുളിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് ചൂടാറിയതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും ഒരു ലേശം വെള്ളവും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇഞ്ചിക്കറിക്ക് ആവശ്യമായി ഇഞ്ചി അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇവ ഞാനൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 2 തേങ്ങയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ മൂപ്പിച്ചെടുക്കുക. അതെല്ലാം മൂത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാക്കി വന്ന എണ്ണയിലോട്ട് തന്നെ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ആ അരപ്പൊന്നെല്ലാം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും തേങ്ങാക്കൊത്തൂരിട്ട് അതിൽ കൊത്തുവിട്ട് നല്ലതുപോലെ ഒന്ന് പറ്റിച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പം നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പം താങ്ക്